നമസ്കാരം, ക്ലിക്ക് മീ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള എൻ്റെ സുഹൃത്ത് മുഹമ്മാലുണ്ട്, മുനീറുണ്ട്. ഞങ്ങളിന്നിങ്ങനെ നാടുകാണി ചുരം കയറാൻ വേണ്ടി പോവാണ്. മോർണിംഗ് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. ഏതായിരുന്നാലും നാടുകാണി ചുരത്തിൻ്റെ എല്ലാ പണികളും അതിൻ്റെ റീവർക്കൊക്കെ കഴിഞ്ഞ് വളരെ മനോഹരിയായിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ നാടുകാണി ചുരത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ, അവിടെ അതിൻ്റെ അടുത്തുള്ള കുറച്ച് വാട്ടർഫാളുകളും മറ്റുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നാടുകാണിയിൽ അതിൻ്റെ ചുരത്തിൻ്റെ കാഴ്ചകൾ മറ്റുമൊക്കെ കാണാം. ഇപ്പോൾ ഞങ്ങൾ അരീക്കോട് എത്തിയിട്ടുണ്ട്. ചാലിയാറൊക്കെ നിറഞ്ഞ് കുത്തി ഒഴുകുകയാണ്, നല്ല ഇങ്ങനെ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ നല്ല മഴയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചാലിയാർ നല്ല ദേശത്തിലാണുള്ളത് ഇപ്പോൾ. അതുകൊണ്ട് ഇറങ്ങാനൊന്നും ആരും നിൽക്കേണ്ട ചാലിയാറിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നാടുകാണി ചുരത്തിൻ്റെ കാഴ്ചകൾ കാണാം. അരീക്കോട് നിലമ്പൂർ റോഡിലുള്ള ഒരു തൂക്കുപാലാണ്, അത് കാണാൻ വേണ്ടി വന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിലൊന്നായിട്ടുള്ള പാവണ്ണയിലെ തൂക്കുപാലമാണ് ഇത് കാണുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തൂക്കുപാലം വളരെ പഴക്കം ചെന്നിട്ടുള്ളൊരു തൂക്കുപാലമാണിത്. വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, അടിപൊളി സീന്, നല്ലൊരു ലാൻഡ്സ്കേപ്പ് അല്ലേ. ആട്ടുണ്ടല്ലേ, അല്ലാതെ ഇങ്ങനെ ഡാൻസ് കളിച്ച് നടക്കണ്ട. ഇത് കഴിഞ്ഞ പ്രളയത്തിൽ ഈ തൂക്കുപാലത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അങ്ങനെ നേരത്തെ അവിടെ ബോർഡുമ്പോൾ നമ്മൾ കണ്ടല്ലോ, ഒരു 2.5 ലക്ഷം രൂപയോളം മുടക്കി പുനർനിർമ്മിച്ചിട്ടുള്ള ഒരു തൂക്കുപാലമാണ് ഈ തൂക്കുപാലം. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു തൂക്കുപാലമാണ്. ആ കാണുന്ന മലനിരക്കുകളൊക്കെ നമുക്ക് ഗൂഡല്ലൂർ നാടുകാണി ചുരത്തിൻ്റെ ഒരു ഭാഗങ്ങളോ അതായി ഭാഗങ്ങളാണ് ആ കാണുന്നതൊക്കെ. വളരെ നല്ല മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പാണ് ആ കാണുന്നത്. ചാലിയാർ ഇങ്ങനെ അടിപൊളിയായിട്ട് കലങ്ങി മറിഞ്ഞ് ഒഴുകി ഇങ്ങനെ വരികയാണ്. നമ്മൾ ഏതായിരുന്നാലും കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കുന്നില്ല, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാടുകാണിയുടെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാടുകാണി ചുരത്തിൻ്റെ അടിപൊളി കാഴ്ചകൾ. നാടുകാണി ചുരം നല്ല സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കി. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഒരു നല്ല രീതിയിൽ പണിയൊക്കെ നടന്ന് പണി പൂർത്തിയായൊരു ഘട്ടത്തിലായിരുന്നു പ്രളയം വന്നത്. പൊളിഞ്ഞു ആകെ നാശമായിരുന്നു. ഇപ്പോൾ നാടുകാണി ചുരം നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നാടുകാണി ചുരത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നാടുകാണിയിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നിലമ്പൂരിലെ കനോലി പ്ലോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും നിലമ്പൂരിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല മനോഹരമായിട്ട് നമ്മളെ വരവേൽക്കുന്ന കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് വരവേൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കനോലി പ്ലോട്ടിൻ്റെ ഈ ഒരു റോഡിൻ്റെ 2 ഓരങ്ങളിലും മരങ്ങളിങ്ങനെ റോഡിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ആ കാഴ്ച വളരെ നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി കാഴ്ചയാണ്. കണ്ടോ? ഏതായിരുന്നാലും ഈ ഒരു കാഴ്ച, ഈ ഒരു നമ്മുടെ മനം നിറക്കുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഈ റോഡിൻ്റെ 2 സൈഡിലും തേക്ക് മരങ്ങൾ ഇങ്ങനെ റോഡിലേക്ക് തൂങ്ങിക്കിടക്കുന്ന, റോഡിലേക്ക് തണൽ വിരിച്ചു നിൽക്കുന്ന ഈ കാഴ്ച അടിപൊളിയാണ്. നമ്മൾ നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരുപാട് നല്ല പച്ചപ്പ് നിറഞ്ഞ സമയമാണ്. ഇതൊക്കെ ആദിവാസി ഊരുകളിലേക്കുള്ള വഴികളാണ് ഈ കാണുന്നതൊക്കെ. വല്ല ആനയെ മറ്റൊക്കെ കാണുമെന്നാവല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നാടുകാണി ചുരത്തിൻ്റെ കേരള ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഇവിടെ തടയുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൃത്യമായിട്ടുള്ള എന്ത് ഉദ്ദേശത്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ വിടുള്ളൂ. നമ്മൾ പിന്നെ സത്യസന്ധന്മാരായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുരം കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ ഈ ചെക്ക് പോസ്റ്റ് വിട്ടിട്ട് അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഏതെങ്കിലും സ്ഥലം നമുക്ക് കാണാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഏതായിരുന്നാലും തിരിച്ച് നമ്മൾ യൂട്ടേൺ അടിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വഴിക്കടവെന്ന് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോന്നിട്ട് നമ്മളിങ്ങനെ നിലമ്പൂർ കുരിശുപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോവാനുള്ളൊരു ശ്രമത്തിലാണ്. നമുക്ക്
അവിടെ എന്താ അവസ്ഥ, അടച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായിരുന്നാലും നമ്മുടെ യാത്രയുടെ ഉദ്ദേശം അങ്ങനെയാണല്ലോ. നമ്മുടെ ഈ കോവിഡിൻ്റെ ഈ സമയത്ത് മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട്, വയനാട്, മലബാർ പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക ഇക്കോ ടൂറിസം പദ്ധതികളൊക്കെ ചെറുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെ ഓപ്പണായി, ഏതെല്ലാം മേഖലയിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ ടൂറിസം സാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ യാത്രകളുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഏതായാലും അവിടെ പോയി നോക്കാം. എന്നിട്ട് അവിടുത്തെ വിവരങ്ങൾ ഞാൻ ഏതായിരുന്നാലും ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഓക്കെ, നമ്മളിങ്ങനെ നിലമ്പൂരിൽ നിന്ന് ആദ്യംപാറ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കുരിശുപാറയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ ആദ്യംപാറ റോഡിൽ വന്നിട്ട് അകമ്പാടം ഇടിവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് കുരിശുപാറയിലേക്ക് വരേണ്ടത്. ഇപ്പോൾ ഈ അവസ്ഥയിൽ, അതിൻ്റെ വഴിയിൽ ഈ അവസ്ഥയിൽ തുറന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായിരുന്നാലും പോയി നോക്കുകയാണ്. ആ വഴികളൊക്കെ വളരെ അതിമനോഹരമായിട്ടുള്ള വഴികളാണ് കേട്ടോ. നല്ല റബ്ബർ തോട്ടങ്ങൾ, നല്ല വൃത്തിയുള്ള റബ്ബർ തോട്ടങ്ങൾ. ഇത് കണ്ടോ, ഈ തോട്ടത്തിലൂടെയുള്ള വഴികളൊന്ന് നോക്കൂ, നല്ല അടിപൊളി വഴിയാണ്. ഏതായിരുന്നാലും ഞാനൊന്ന് കയറി നോക്കുന്നുണ്ട്, എന്താ അവസ്ഥ എന്നുള്ളത് പറയാം. കുരിശുപാറിൻ്റെ താഴെയാണുള്ളത്. ഇവിടെ ബോർഡൊക്കെ വെച്ച് നാട്ടുകാർ പറഞ്ഞു ഇതിന് മുന്നേ, ഞാനവിടെ പുറത്ത് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഇതിന് മുന്നേ ഇവിടെ ബോർഡൊക്കെ വെച്ചിരുന്നു, പ്രവേശനം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ബോർഡൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങോട്ട് കയറുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഏതായിരുന്നാലും കയറി നോക്കട്ടെ. കുരിശുപാറ, ഓക്കെ, നമ്മൾ കുരിശുപാറയുടെ കാഴ്ചകൾ കാണിച്ചു തരാം. കുരിശുപാറയിലേക്കുള്ള ചെറിയൊരു ട്രക്കിങ്, വലിയ കൂടുതൽ കയറാനൊന്നുമില്ല. കുറച്ചൊന്ന് ഒരു 100-200 മീറ്റർ ഉണ്ടാവുള്ളൂ. അല്ല മുനീറ, കുറച്ചല്ലേ കയറാനുള്ളൂ? കാട്ടിലൂടെ പോകുന്നൊരു ഫീൽ ഉണ്ട് അല്ലേ? അപ്പോൾ അതേ കുരിശുപാറയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പാറൊക്കെ നല്ല സ്ലിപ്പാണ് കേട്ടോ. കയറാൻ ചങ്ങലൊക്കെ കെട്ടിയിട്ടുണ്ട്. കയറിക്കോ, സ്ലിപ്പ് ചെറുതായിട്ട് സ്ലിപ്പാവുന്നുണ്ട്, ശ്രദ്ധിക്കണം. മുനീറ കയറടാ. കുരിശുപാറിൻ്റെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്, സൂപ്പർ വ്യൂ. ഈ സ്ഥലം ആദ്യമായിട്ട് വരികയാണ്. ഇങ്ങനൊരു സ്ഥലമൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് അറിയണത്. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഓടിപ്പോകുന്നില്ലേ. സൂപ്പർ സ്ഥലം. വാവ്, 4 പാടും നല്ല ലാൻഡ്സ്കേപ്പാണ്. കോട മൂടിക്കിടക്കുന്ന മഞ്ഞ് മലകൾ, സൂപ്പർ കാഴ്ച. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കുള്ള വഴിയാണിത്. ഇതിൻ്റെ മുകളിലാണ് കുരിശ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് കുരിശുപാറ എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. ഭംഗി. അത് കയറുന്ന ഭാഗം കുറച്ചൊരു ഡേഞ്ചർ ഭാഗമാണ്. വാവ്, എന്താല്ലേ അടിപൊളി വ്യൂ. ഈ കുരിശുപാറയിലേക്കുള്ള ഈ വഴി ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വാഗമണ്ണിലെ തങ്ങൾപ്പാറയിലേക്കുള്ള കയറ്റാണ്. പക്ഷെ അത്ര തന്നെ പീക്കായിട്ടുള്ള ഒരു കയറ്റം അല്ലെങ്കിൽ പോലും, എന്നിരുന്നാലും ഇവിടുത്തെ വഴികളൊക്കെ ആ ഒരു രീതിയിലുള്ള പാറക്കെട്ടുകളും ആ ഒരു രീതിയിലുള്ള കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടുത്തെ അതേപോലെയുള്ള ആ മനോഹരമായിട്ടുള്ള ആ തണുപ്പുള്ള ആ കാറ്റിങ്ങനെ ഇവിടുന്ന് ആസ്വദിക്കാം നമുക്ക്. കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിങ്ങൾ, ഇതിൻ്റെ പാറൻ്റെ ആ ഒരു സ്വഭാവം അങ്ങനെയാണ്. ജസ്റ്റ് ഇങ്ങനെ ആ തങ്ങൾപ്പാറയിലേക്ക് നമുക്ക് കയറുമ്പോഴുള്ള അതേ ഒരു ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുക. കുരിശുപാറയുടെ മുകളിലെത്തി നമ്മൾ. ഇതാണ് ഇവിടെ കുരിശുണ്ട്, അതുപോലെ തന്നെ ഓം എന്ന് എഴുതിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളാണ് മഞ്ഞ് മൂടി കിടക്കുന്ന മലനിരക്കുകൾ. നല്ല തണുത്ത കാറ്റ്. ഇപ്പോൾ അവിടെ കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് വേർത്തിരുന്നു. ആ വേർപ്പൊക്കെ പോയി. അടിപൊളി നല്ല തണുത്ത കാറ്റ്, ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു ഫ്രഷ് ഫീല് കിട്ടുന്ന സ്ഥലം. പൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ താഴെയൊക്കെ ഉണ്ട് കേട്ടോ. താഴെയൊക്കെ കോറിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഫുള്ള് റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഇതാണോ, നല്ല കാറ്റ്. ഇങ്ങനെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മളെല്ലാവിധ ക്ഷീണവും ഇവിടുന്ന് മാറും. അടിപൊളി നല്ല കാഴ്ചയാണ്, നല്ല കാറ്റ്, തണുത്ത കാറ്റ്. ഒന്നും പറയാനില്ല. ഇതിൽ കൂടുതൽ ഇനി എന്താ ഇതിനെക്കുറിച്ച് പറയാം? നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ വന്ന് നിങ്ങൾ ഇതിൻ്റെ ഫീൽ നിങ്ങൾ ആസ്വദിക്കുക തന്നെ വേണം. അനുഭവിച്ച് തന്നെ ഇത് അറിയേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ അപ്പുറത്തും അടുത്തൊന്നും വേറെ മലകളോ മറ്റൊന്നുമില്ല. കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്, നല്ലൊരു താഴ്വാരാണ്.
അതുകൊണ്ട് തന്നെ കാറ്റ് എവിടെയും തടസ്സമില്ലാതെ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല സുഖമായിട്ടുള്ള നല്ല തണുത്ത കാറ്റ് നമുക്ക് ഇങ്ങനെ കൊണ്ട് ആസ്വദിച്ച് ഇവിടെ സമയം ചിലവഴിക്കാം. അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത. പിന്നെ ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ കാഴ്ചയും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള കാഴ്ച, ഇതിൻ്റെ അപ്പുറത്ത് ചാലിയാർ ഒഴുകുന്നുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് ചാലിയാറിൻ്റെ പോഷക നദികളുണ്ട്. എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹീതമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കുരിശുമല എന്ന് പറയുന്ന ഈ ആഡ്യംപാറ റോഡിലുള്ള ഈ ചെറിയ ഒരു സ്പോട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സാധിക്കുമെങ്കിൽ ഈ ലോക്ക്ഡൗണിൻ്റെ സമയം, ഈ കോവിഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് ഇതിനെ ആസ്വദിക്കുക, ഇതിനെ പ്രൊമോട്ട് ചെയ്യുക, ഇതിനെ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, കുരിശുമലയിലെ കാറ്റും കൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്നാൽ നമുക്ക് നഷ്ടമാവില്ല. അത്രയും നമുക്ക് വൈകുന്നേര സമയത്തും അതുപോലെ തന്നെ രാവിലെയൊക്കെ മോർണിംഗ് വൈബ് തേടി വരുന്ന ആൾക്കാർക്കും വൈകുന്നേരങ്ങളിലെ കാറ്റ് കൊള്ളാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വന്ന് ഇരിക്കാൻ സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ, ഇപ്പോൾ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള സമയമാണ്, കയറി വരുന്ന സമയത്തൊന്ന് സൂക്ഷിക്കുക. അവിടെ ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട്, കയറി ഇങ്ങനെ പിടിച്ച് പോരാനുള്ള ചങ്ങലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കയറുന്ന സമയത്ത് നിന്ന് നമ്മൾ സൂക്ഷിക്കുന്നത് നന്നാവും. പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നടന്ന് കയറാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. വളരെ നല്ല പീക്കായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ഏതായിരുന്നാലും നമ്മൾ ഈ വ്ളോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളെ ഇനിയും നമുക്ക് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കണും കൂടി അമർത്തുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏതായിരുന്നാലും കുരിശുപാറയിൽ നിന്ന് നമ്മൾ വിട വാങ്ങുകയാണ്. നമ്മൾ ഈ ആഴ്ചയിൽ 4 ദിവസം വയനാട് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ 1-2 പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് വയനാട്ടിലേക്കുള്ള ട്രിപ്പ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.